പേരും കൂടി ഒരു പിഞ്ചു കുഞ്ഞിനെ കൊന്നു കളഞ്ഞ്. അത് വേണം പറയാനായിട്ട്. ഒരു നായിൻ്റെ മോൻ, ഒരു അഷ്കർ എന്ന് പറഞ്ഞ നായിൻ്റെ മോൻ്റെ പേര് തന്നെ പറയുന്നില്ല. നെടുമങ്ങാട് ഒരു പിഞ്ചു കുഞ്ഞിനെ 51ഓളം മുറിവുകളാണ് ആ ശരീരത്തിൽ ഏൽപ്പിച്ചേക്കുന്നത്. എടാ നായിൻ്റെ മോൻ, നീയൊക്കെ ഒരു മനുഷ്യനാണോ? നീ ചെന്നായിക്കുണ്ടായതാണോ? എനിക്ക് ആ സ്ത്രീയോടാണ് പറയണത്, ഇവൻ്റെ ഭാര്യയായിട്ട് നിൽക്കുന്ന ഈ തെമ്മാടിക്ക് എന്ത് റൈറ്റ്സ് ഉണ്ട്? സാധാരണ ഉപ്പോളം വരും ഉപ്പിലിട്ടത്. സ്വന്തം അച്ഛനാണ് നോക്കേണ്ടത്. നായിൻ്റെ മോള് കൊണ്ടുവന്ന് ആ പിഞ്ചു കുഞ്ഞിനെ കൊണ്ട് കൊലപ്പെടുത്തിയേക്കണ്. രണ്ടുപേരും കൊണ്ടുവന്നുണ്ടല്ലോ. ആ 1.5 വയസ്സുള്ള എങ്ങനെ ചെയ്യാൻ തോന്നിയടാ നായിൻ്റെ മോനെ? നിനക്ക് ആ പിഞ്ചു കുഞ്ഞിനോട് എങ്ങനെ ചെയ്യാൻ തോന്നി? നീക്കൊരു മനുഷ്യനാണോ? മനുഷ്യൻ്റെ കുലത്തിൽ പിറന്നാണോ? അതോ മനുഷ്യനായിരിക്കില്ല, നീക്ക് ചെന്നായിക്ക് ഉണ്ടായതായിരിക്കുള്ളൂ. നിന്നെയൊക്കെ ചെന്നായിക്കളായിരിക്കും ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഇത് തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നെടുമങ്ങാട്. അപ്പോൾ എനിക്ക് ഈ നാട്ടുകാരോട് പറയണം, ഇവനെ എപ്പോഴെങ്കിലും ഇവനെ കൊണ്ടുപോയി ജാമ്യത്തിൽ ഇറങ്ങിയ തീർത്ത് കളയണം. പോലീസുകാരെന്നൊന്നും നോക്കി വെച്ചേക്കണം. പോലീസുകാർ എത്ര വലിയ എന്ത് പ്രതിയായാലും മൂടി പോച്ചുകൊണ്ട് അങ്ങനെയല്ല, കുറച്ച് നേരമാണ് മാറി നിന്നാൽ മതിയായിരുന്നല്ലോ. ഇവൻ നാട്ടുകാർ കൈകാര്യം ചെയ്യാൻ വേണ്ടി നോക്കിയാൽ പോലീസുകാർക്കും കിട്ടും. ശരിക്കും പറഞ്ഞാൽ പോലീസുകാർക്ക് ഒന്ന് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു പ്രതിനെ അങ്ങനെ മൂടി പോച്ചുകൊണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ തീർത്ത് കളയണം. ഇങ്ങനെയൊക്കെയുള്ള ഈ 1.5 വയസ്സുള്ള പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ മർദ്ദിച്ച് അതിനെ നമുക്ക് പറയാൻ തന്നെ ഒരു വിഷമമാണത്. ഇവനൊന്നും ഒരിക്കലും വെറുതെ വിടരുത്. ഇവൻ നാട്ടിലിറങ്ങിയാലും ശരി, ഇവൻ തെളിവെടുപ്പിന് കൊടുക്കുന്നുണ്ടായിരുന്നു. വലിയ കാര്യം അവൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഇവനെ അവിടെ വെച്ച് തീർക്കാൻ വേണ്ടി നോക്കിയ അവിടെയുള്ള നാട്ടുകാരോടാണ്, നെടുമങ്ങാടുള്ള നാട്ടുകാരോടാണ് പറയുന്നത്, ഇവനെ ഏതെങ്കിലും സമയത്ത് ഇറങ്ങും. ഇവനെ വെറുതെ വിടരുത്. ഇവനെയൊക്കെ തീർത്ത് കാണണം ഇവനെയൊക്കെ. കാര്യം നമ്മൾ ഒരുപാട് കൊലപാതകങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ 1.5 വയസ്സായ കൊച്ചിനെ, സ്വന്തം കൊച്ചല്ലല്ലോ, അപ്പോൾ അവൻ എന്ത് വേണമെങ്കിലും കാണിക്കാമല്ലോ. നിങ്ങളോടാണ് പറയണത്, ഈ സ്ത്രീയോട്. നീ 10 മാസം വയറ്റിലിട്ട് ചുവന്ന് പ്രസവിച്ചാലേ എനിക്ക് എങ്ങനെ തോന്നി ഈ നരാധമൻ്റെ അടുത്ത് ഈ കുട്ടീനെ കൊടുക്കാനായിട്ട്? ഇവനൊരു ക്രിമിനലാണെന്ന് നിനക്ക് അറിയില്ലായിരുന്നോ? അവിടെയുള്ള നാട്ടുകാർ പറയുന്നുണ്ട് ഇവർ എപ്പോഴും കുട്ടീനെ ഉപദ്രവിക്കാറുണ്ട്. എന്നിട്ട് എന്താ കൊച്ചിൻ്റെ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നല്ലേ? എല്ലാ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നതൊക്കെ പൊട്ടന്മാരാണല്ലോ അല്ലേ? വെറുതെ വിടരുത്. ഈ രണ്ടിനും വെറുതെ വിടരുത്. ഒരു കാലത്തും വെറുതെ വിടരുത് ഈ രണ്ടിനും. അത്രയ്ക്ക് പാതകമാണ് ചെയ്തേക്കണേ. ഈ നായിൻ്റെ മോളെ വെറുതെ വിടാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ. കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ മനസ്സാക്ഷിനെ ഞെട്ടിച്ചൊരു സംഭവം തന്നെയാണ്. ഇത് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. 1.5 വയസ്സുള്ള കുട്ടീനെയൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാണല്ലോ. നീയൊക്കെ പിന്നെ മനുഷ്യനാണോ? ചെന്നായിക്കുണ്ടായതായിരിക്കും നീയൊക്കെ. പോലീസുകാർ ആൾക്കാരോടാണ് പറയണേ, നിങ്ങൾ എന്ത് കോപ്പ് നോക്കിക്കാണെന്നാണ്. എന്താ എത്ര വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട്? ഇവൻ ആരാ മിനിസ്റ്ററാ എത്ര വലിയ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട്? നിങ്ങൾക്കാണ് ആദ്യം തരേണ്ടത്. ഈ ക്രിമിനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്രിമിനലിനെ പിടിച്ച് പ്രൊട്ടക്ഷൻ കൊടുക്കാനൊക്കെ. പോലീസുകാരെന്നിട്ട് നാട്ടുകാരെ പോയി പെരുമാറാൻ നോക്കണത്. ഇതൊക്കെ നാണം ഉണ്ടോ? പോലീസുകാരോട് പറയണം, നാണം ഉണ്ടോ നിനക്കൊക്കെ?